മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരേപോലുള്ള പുട്ട് കഴിച്ച് നിങ്ങൾ മടുത്തോ? എങ്കിലിതാ തികച്ചും പുതുമയാർന്ന ഒരു തകർപ്പൻ പുട്ടുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. നിങ്ങളിൽ പലരും പല വെറൈറ്റി പുട്ടുകൾ കഴിച്ചിട്ടുണ്ടാവും. എന്നാൽ ഒരിക്കൽ പോലും കഴിച്ചിട്ടില്ലാത്തൊരു സൂപ്പർ വെറൈറ്റി പുട്ടുമായാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. മീൻ പുട്ട്. അതിനു വേണ്ട ചേരുവകൾ: പുട്ടുപൊടി 500 ഗ്രാം, മീൻ 500 ഗ്രാം. അത്യാവശ്യം രുചിയുള്ള ഏതൊരു മീനും ഇതുണ്ടാക്കാനായി എടുക്കാവുന്നതാണ്. ചെറിയ ഉള്ളി 1 പിടി, വെളുത്തുള്ളി അല്ലി 6 എണ്ണം, മുളക് പൊടി 1/2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മീൻ മസാല 1/2 ടീസ്പൂൺ, പാചക എണ്ണ ആവശ്യത്തിന്, ഉപ്പ് പാകത്തിന്, കറിവേപ്പില 2 ഇതൾ. എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. മിക്സിയിൽ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായി അരച്ചെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മീൻ മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ മീനിലേക്കുള്ള ഉപ്പ് കൂടി കാണണം. ഈ ചേരുവയെല്ലാം മീൻ കഷണങ്ങളിൽ ഒരുപോലെ തേച്ച് പിടിപ്പിക്കണം. മീൻ കഷണങ്ങളിൽ ഒരുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കണം. അതങ്ങനെ 10-15 മിനിറ്റോളം വെക്കണം. സമയമായാൽ ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാത്രം അടുപ്പിൽ വെക്കുക. ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ വെച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ മീൻ കഷണങ്ങൾ ഓരോന്നായി ഇട്ട് 2 ഭാഗവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുത്ത മീൻ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. അതിലെ മുള്ളെല്ലാം കളഞ്ഞ് ഇതുപോലെ ആക്കി വെക്കണം. പുട്ടുപൊടി ഒരു പാത്രത്തിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പുവെള്ളം തെളിച്ച് റെഡിയാക്കുക. പുട്ടുണ്ടാക്കാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കുക. പുട്ടുകുറ്റിയിൽ 1 പിടി പുട്ടുപൊടി ഇട്ട് കൊടുത്താൽ അതിൻ്റെ നേർപകുതി മീൻപൊടിയും ഇട്ട് കൊടുക്കുക. 4 കഷ്ണം കിട്ടത്തക്ക രീതിയിൽ പുട്ടുപൊടിയും മീൻപൊടിയും ചേർത്ത് കൊടുക്കുക. ഇതേ രീതിയിൽ ബാക്കിയുള്ളതും ആവിയിൽ വേവിച്ചെടുക്കുക. വല്ലാത്തൊരു സ്വാദായിരിക്കും ഈ മീൻ പുട്ടിന്. ഇത് കഴിക്കാൻ ഒരു സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല. ഈ പൊതുവിഭവം നന്നായി മിക്സ് ചെയ്ത് വേണം കഴിക്കാൻ. രുചിയുടെ പുതിയൊരു ലോകത്തേക്കായിരിക്കും നിങ്ങളെ കൊണ്ടുപോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബും ചെയ്യാൻ ആരും മറക്കരുത്. മറ്റൊരു സൂപ്പർ വീഡിയോയുമായി കണ്ടുമുട്ടുന്നതുവരെ ബൈ.